ഹലോ, ഗുഡ് ഈവനിങ്. റൂമിലിരുന്ന് പോസ്റ്റ് അടിച്ചപ്പോൾ ഞാൻ ഇവിടെ വന്നിരുന്നു. ഇവിടെ വൈകിട്ടിരിക്കാൻ അടിപൊളിയാണ്. പിന്നെ വേറെ പ്രത്യേകിച്ച് പണിയൊന്നുമില്ല. അതായത് പാർട്ട് ടൈം ജോബ് സെറ്റ് ആവുന്നുള്ളൂ. ആഴ്ചയിൽ 2 ദിവസമേ ക്ലാസ്സും ഉള്ളൂ. അപ്പോൾ പിന്നെ ഞാൻ ഏതെങ്കിലും ബസ് കയറി എങ്ങോട്ടെങ്കിലും പോകും. അങ്ങനെ വന്നപ്പോഴാണ് ഞാൻ ആലോചിച്ച് ഇവിടുത്തെ ഫെറീനെ പറ്റിയിട്ട്. നമുക്ക് ഇവിടുത്തെ ബസ് കാർഡ് മതി ഇതിൽ കയറി പോകാനായിട്ട്. വേറെ പ്രത്യേകിച്ച് ചിലവൊന്നുമില്ല. അപ്പോൾ പിന്നെ ഞാനിതേ പയ്യെ ഇങ്ങോട്ട് നടന്ന് ഈ കാണുന്നതാണ് ബസ് കാർഡ്. ഇതുണ്ടെങ്കിൽ നമുക്ക് സുഖമായിട്ട് അതിൽ കയറിയിട്ട് അപ്പുറത്തോട്ട് പോകാം. അതിന്റെ അപ്പുറത്തൊരു പ്ലേസ് ഉണ്ട്. ഈ കണ്ടോ, ഇവിടെ വൈകിട്ട് വന്നിരിക്കുക നല്ല രസമാണ്. അതുകൊണ്ട് ഇത് കയറി അപ്പുറത്ത് പോകാനാണ് എൻ്റെ പ്ലാൻ. അങ്ങനെ ഫെറി വന്ന് ഞാൻ ഉള്ളി കയറി കാർഡൊക്കെ കാണിച്ച് സെറ്റായി. സംഭവം എല്ലാവരെയും പോലെ നാട്ടില് ഫ്രണ്ട്സിന്റെ കൂടെ കുറേ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. എന്നാൽ അതേസമയം ഇൻ കേസ് അവർ അവൈലബിൾ അല്ലാത്ത സമയത്ത് ഞാനിപ്പോൾ ഒറ്റയ്ക്ക് സിനിമയ്ക്ക് പോകും, അല്ലെങ്കിൽ ഫുഡ് കഴിക്കുമ്പോൾ. ഇതൊക്കെ എനിക്ക് ശീലമാണ്. രണ്ടും എനിക്ക് ഓക്കെയാണ്. എനിക്ക് തോന്നുന്നു അതുകൊണ്ട് തന്നെ ഒരു അബ്രോഡ് ലൈഫൊക്കെ ആകുമ്പോൾ ആ സമയത്ത് എനിക്ക് കുറച്ചൊക്കെ സിറ്റുവേഷനായിട്ട് പൊരുത്തപ്പെടാൻ പറ്റും. എല്ലാ സമയവും എല്ലാവരും ഡിപ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ അതൊരു പ്രശ്നമല്ലേ. ജസ്റ്റ് എൻ്റെ ഒരു ഇതാണ്. സംഭവം എന്തായാലും കൊള്ളാം. ഈ ബോട്ടിലെ ജേർണി അടിപൊളിയാണ്. പ്രത്യേകിച്ച് ഈവനിങ് ഈ ഒരു വൈബും ഈ ഒരു സ്ഥലം. ഇത് പഴയ റെയിൽവേ ട്രാക്കാണ്. സംഭവം ഇപ്പോഴൊന്നും യൂസിങ് അല്ല, പണ്ടത്തെയാണ്. ഇത് കപ്പിൾസിന്റെ ആണെന്നാണ് എൻ്റെ ഒരു അറിവ്. എനിക്ക് കൂടുതൽ അറിയില്ല. അറിയുന്ന ഒരു കമന്റ് ബോക്സിൽ പറ. ആ ലോക്കൊക്കെ സിനിമയിൽ ഞാൻ അങ്ങനെ കണ്ടിട്ടുണ്ട്. അങ്ങനെ ഞാനൊരു സ്നാക്കൊക്കെ മേടിച്ച് അവിടെ ഇരുന്ന് കഴിച്ച ആ സ്ഥലങ്ങളൊക്കെ കണ്ട് അങ്ങനെ ഇറങ്ങി. എനിക്ക് തോന്നുന്നു ഈ സന്തോഷ് ജോർജ് കുളങ്ങര അദ്ദേഹം പറഞ്ഞൊക്കെ കറക്റ്റാണ്. നമ്മൾ ആ ഒരു സർക്കിളിൽ മാത്രം നിൽക്കാണ്ട് പുറം ലോകമൊക്കെ കാണുന്നതും ഇതൊക്കെ എക്സ്പീരിയൻസ് ചെയ്യുന്നതും വളരെ നല്ലതാണ്. അങ്ങനെ ഞാൻ നടന്ന് ഞാൻ ഉദ്ദേശിച്ച സ്ഥലത്ത് തന്നെ എത്തിയിട്ടുണ്ട്. ഇവിടെ ഒരു മനുഷ്യനില്ല, ഞാൻ മാത്രമേ ഉള്ളൂ. മീൻസ് അതായത് വേറെ ആരുമില്ല, ഞാൻ മാത്രമേ ഉള്ളൂ. പക്ഷെ ഇവിടെ ഇങ്ങനെ ഒറ്റയ്ക്ക് ഇരുന്ന് ഈ വ്യൂ കണ്ട് അങ്ങനെ സമാധാനമായിട്ടിരിക്കുമ്പോൾ അടിപൊളിയാണ്. അപ്പൊ ശരി, ബൈ.